നമസ്കാരം. നാഷണൽ പബ്ലിക് ഹെൽത്ത് അവയർനെസ് ഡേയോടനുബന്ധിച്ച് ഐഡിയ ഗ്രേറ്റർ കൊച്ചി നടത്തുന്ന പ്രൊജക്ട് പ്രേരണയുടെ ഭാഗമായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ശില്പ നന്ദിനി, പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആൻഡ് ചീഫ് ഡെന്റൽ സർജൻ അറ്റ് ജയശ്രീ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ആൻഡ് ഇംപ്ലാന്റ് സെൻറ്റർ, കൊച്ചി. ആദ്യമായിട്ട് ശരിയായ ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഡെയിലി 2 നേരം ബ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രഷിംഗ് ചെയ്യുമ്പോൾ ടൂത്ത് ബ്രഷ് മോണയോട് 45 ഡിഗ്രി ആംഗുലേറ്റ് ചെയ്ത് പിടിച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ പല്ല് തേക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ശക്തിയോടുകൂടിയുള്ള ഒരു സ്ക്രബിംഗ് മോഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പല്ലുകളിൽ തേയ്മാനം ഉണ്ടാവുകയും അതിനെ തുടർന്ന് പല്ല് പുളിപ്പ് പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെന്റൽ ഫ്ലോസിംഗ്. ഇതുപോലെയുള്ള ഡെന്റൽ ഫ്ലോസുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഇവ ഉപയോഗിച്ച് നിങ്ങൾ പല്ലുകളുടെ ഇടയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു വേസ്റ്റുകളും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫ്ലോസ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സോയിങ് മോഷൻ ചെയ്യരുത്. അതായത് നമ്മൾ മുറിക്കുന്ന പോലെയുള്ള മോഷൻ ചെയ്യരുത്. അതിനു പകരം പല്ലുകളുടെ ചുറ്റും ഈ ഫ്ലോസ് റാപ്പ് ചെയ്ത് ഒരു ക്ലീനിങ് മോഷൻ, ഗൈഡഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് മോഷനാണ് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താണ് ഡെന്റൽ പ്ലാക്ക്? നിങ്ങളുടെ പല്ലുകളിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള തിൻ ബയോഫിലിമിനെയാണ് നമ്മൾ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുന്നത്. ഇവയിൽ ബാക്ടീരിയകൾ ഉണ്ടാവുകയും അത് നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പല്ലുകളിൽ കേട് വരുത്തുകയും ചെയ്യുന്നു. നോർമലായിട്ടുള്ള ടൂത്ത് ബ്രഷിങ്ങും ഫ്ലോസിങ്ങും വഴി നമുക്ക് പ്ലാക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഈ പ്ലാക്കുകൾ നീക്കം ചെയ്യാൻ പറ്റാതെ വരികയും അത് ഓവർ എ ഡ്യൂ കോഴ്സ് മിനറലൈസ് ആയി വളരെ കട്ടിയുള്ള കക്ക പോലെയുള്ള കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആയി മാറുകയും ചെയ്യുന്നു. ഡെന്റൽ കാൽക്കുലസ് ഒരു ബാക്ടീരിയൽ നിഷാണ്, അതായത് ബാക്ടീരിയകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഇവയിൽ ബാക്ടീരിയകൾ ഇരുന്ന് നിങ്ങളുടെ മോണകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ ബാധിക്കുകയും മോണരോഗം, മോണപ്പഴുപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ 6 മാസം കൂടുന്തോറും നിങ്ങളുടെ സമീപത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെന്റൽ ക്ലീനിങ് അല്ലെങ്കിൽ അൾട്രാസോണിക് ആയിട്ടുള്ള സ്കെയിലിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൗ ടു അവോയ്ഡ് ഡെന്റൽ കേരീസ്? പല്ലിൽ വരുന്ന പോടുകൾ നിങ്ങൾക്ക് എങ്ങനെ തടയാം? നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് വഴിയും ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പ് വഴിയും നിങ്ങൾക്ക് 95% വരുന്ന ദന്തരോഗ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. കൃത്യമായ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ദന്താരോഗ്യം സംരക്ഷിക്കാനാവട്ടെ. താങ്ക് യു.